എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 21. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കലാം സാറ്റ് V2. ക്വസ്റ്റ്യൻ നമ്പർ 22. സുപ്രീം കോടതിയുടെ 46ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. ഇപ്പോൾ നിലവിലുള്ളത് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. നിലവിൽ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് 50ാമത്തെ വ്യക്തിയാണ്. 49ാമത്തെ വ്യക്തി ആരായിരുന്നു? UU ലളിത് അല്ലെങ്കിൽ ഉദയ് ഉമേഷ് ലളിത്. 49ാമത്തെ വ്യക്തിയാണ് UU ലളിത്. 50ാമത്തെ വ്യക്തിയാണ് DY ചന്ദ്രചൂഡ്. ക്വസ്റ്റ്യൻ നമ്പർ 23. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 ജേതാക്കൾ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹാരാഷ്ട്ര. 2022 വിന്നറും 2023 വിന്നറും മഹാരാഷ്ട്ര തന്നെയാണ്. 2022 ഗെയിംസ് നടന്നത് മധ്യപ്രദേശിലാണ്. 2023 ഗെയിംസ് നടന്നത് UP ആണ്. 22 23 വിജയി മഹാരാഷ്ട്ര തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ചലം നദിയിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25. 2018 കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ മദത് എന്ന് പറയുന്നത് ഇന്ത്യൻ നേവി ഇന്ത്യക്കുള്ളിൽ തന്നെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ്. ഓപ്പറേഷൻ ജലരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തിൽ പോലീസും ഫയർഫോഴ്സും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ജലരക്ഷ. 2023 ഒരു ഓപ്പറേഷൻ കരുണ നടന്നിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ മ്യാൻമാറിലെ മോച്ച ചുഴലിക്കാറ്റിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കരുണ. 2023 നടന്നത് മ്യാൻമറിലെ മോച്ച ചുഴലിക്കാറ്റിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാലിയോളജി. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മക്കോളജി അല്ല, മൈക്കോളജി. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി. എങ്കിൽ മുട്ടകളെ കുറിച്ചുള്ള പഠനം എന്താണ്? അതിന് ഉവോളജി എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 27. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1985. ക്വസ്റ്റ്യൻ നമ്പർ 28. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, PK ബാനർജി. ക്വസ്റ്റ്യൻ നമ്പർ 29. ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജാർഖണ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ചെങ്കടൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പെറു. ക്വസ്റ്റ്യൻ നമ്പർ 33. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാകുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ടിപ്പു സുൽത്താൻ.
ക്വസ്റ്റ്യൻ നമ്പർ 34. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏതു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 35. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, മൊഗല്ലോൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജസ്റ്റീനിയൻ. ക്വസ്റ്റ്യൻ നമ്പർ 37. തേംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ലണ്ടൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഗൂഗിൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏതു മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സമത്വത്തിനുള്ള അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 40. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 5 തരം. ക്വസ്റ്റ്യൻ നമ്പർ 41. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മാലിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, തെംഫ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 43. ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. ആൽസ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഫൊൻ. ക്വസ്റ്റ്യൻ നമ്പർ 45. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, തവിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 46. ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്, എന്നാൽ ദ്രാവക ഓക്സിജന്റെ നിറമെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നീല. ഓസോണിന്റെ നിറവും എന്താണ്? ഇളം നീല നിറമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 47. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പതിറ്റുപത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 48. ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ബേനസീർ ഭൂട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 49. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് രാജ്യത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഓസ്ട്രേലിയ. ക്വസ്റ്റ്യൻ നമ്പർ 50. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സുഗതകുമാരി. ക്വസ്റ്റ്യൻ നമ്പർ 51. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഏപ്രിൽ 22. ക്വസ്റ്റ്യൻ നമ്പർ 52. 2018 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എം മുകുന്ദൻ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 2018 മുതൽ 2022 വരെയുള്ള എല്ലാവരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 53. ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നമ്പി നാരായണൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ചൈന. ക്വസ്റ്റ്യൻ നമ്പർ 55. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കാരക്കോറം. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഗോമുഖ് ഗുഹ. ക്വസ്റ്റ്യൻ നമ്പർ 57. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ 24. ക്വസ്റ്റ്യൻ നമ്പർ 58. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആര്?
Correct answer option C, Surya Sen. Question number 59. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന തേബാഗ സമരം നടന്ന സ്ഥലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ബംഗാൾ. ക്വസ്റ്റ്യൻ നമ്പർ 60. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, IK കുമാരൻ. ക്വസ്റ്റ്യൻ നമ്പർ 61. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ആരായിരുന്നു? ഫസൽ അലി. ക്വസ്റ്റ്യൻ നമ്പർ 62. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സാധുജന പരിപാലന സംഘം. ക്വസ്റ്റ്യൻ നമ്പർ 63. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1936 നവംബർ 12. ക്വസ്റ്റ്യൻ നമ്പർ 64. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, EMS നമ്പൂതിരിപ്പാട്. ക്വസ്റ്റ്യൻ നമ്പർ 65. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അരിസ്റ്റോട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നരവംശാസ്ത്രം. ക്വസ്റ്റ്യൻ നമ്പർ 67. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വൈറ്റമിൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 68. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 3ാമത്തെ പര്യവേഷണ കേന്ദ്രം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഭാരതി. ക്വസ്റ്റ്യൻ നമ്പർ 69. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ. ക്വസ്റ്റ്യൻ നമ്പർ 70. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 71. Either my father or my mother dash coming to meeting. Correct answer option A, is. Question number 72. It was the dash dress I had ever bought. The correct answer option C, cheapest. Question number 73. If that is the case dash, I am not surprised about what is happening. Correct answer option B, then. Question number 74. Have you had a discussion about dash to go to the movies or not? Correct answer option B, whether. Question number 75. Ramu usually dash football in the evening. The correct answer option D, plays. Question number 76. I am too tired. Question tag ആണ് ചോദിച്ചിരിക്കുന്നത്. Correct answer option A, aren't I. Question number 77. He killed 2 parrots dash 1 stick. Correct answer option A, with. Question number 78. If you had read the paper, you dash seen the advertisement. The correct answer option C ആണ്, would have. Question number 79. As we drove down the countryside, we saw a dash of sheep grazing in the field. Correct answer option D ആണ്, flock. Question number 80. The correct spelled word below is. Correct answer option C ആണ്, accessory. Question number 81. The antonym of startled is. Correct answer option B, relaxed. Question number 82. The synonym of august is. The correct answer option D, dignified. Question number 83. My friend has given me a lot of dash over the years. I think he wants me to use it to write to him. Correct answer option B, stationery. Question number 84. He dash his property to the trust.
Correct answer option A, gave away. Question number 85. A person who does not believe in the existence of God. Correct answer option C, atheist. Question number 86. He made a few introductory remarks dash the concert began. Correct answer option D, before. Question number 87. She visits her father once in a blue moon. The correct answer option A, seldom. Question number 88. I have been working here dash 2002. Correct answer option B, since. Choose the correct option for the underlined phrase. Question number 89. The man to whom I sold my house was a cheat. Correct answer option D ആണ്, to whom I sold. Question number 90. Raju wore a white shirt. Choose the one which best expresses the given sentence in passive voice. Correct answer option C ആണ്, a white shirt was worn by Raju. Question number 91. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏത്? Correct answer option B, അടിമത്തം. Question number 92. ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? Correct answer option C, വിണ്ടലം. Question number 93. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. Correct answer option B ആണ്, സന്നിഗ്ധം. Question number 94. തലമുടിക്ക് പര്യായമല്ലാത്തത് ഏത്? Correct answer option B, വാണി. അപ്പോൾ വേണി, ചിഗുരം, കേശം ഇതെല്ലാം തലമുടിയുടെ പര്യായങ്ങളാണ്. Question number 95. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? Correct answer option A ആണ്, നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. Question number 96. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ കൃതി ഏതാണ്? Correct answer option D, കൊച്ചു സീത. Question number 97. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? Correct answer option C, CV രാമൻപിള്ള. Question number 98. ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏത്? Correct answer option D ആണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. Question number 99. കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത്? Correct answer option B, മരിക്കുക. Question number 100. The climate change has started to show its sign in the form of drought, ice melting, etc. എന്നതിൻ്റെ ശരിയായ മലയാള രൂപം ഏത്? Correct answer option C ആണ്, വരൾച്ച, മഞ്ഞുരുകൾ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. താങ്ക് യു.